നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമലംഘകരെ തൂക്കിയെടുക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ. രാജ്യത്ത് തൊഴിൽ നിയമലംഘനം നടത്തിയ റിക്രൂട്ടിംഗ് കമ്പനികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ കടുത്ത തൊഴിൽ നിയമലംഘനം നടത്തിയ രാജ്യത്തെ 9 റിക്രൂട്ടിംഗ് കമ്പനികളുടെ ലൈസൻസുകൾ മാനവ വിഭവശേഷി മന്ത്രാലയം പൂർണ്ണമായും റദ്ദാക്കി. നിയമലംഘനത്തിൽ ഏർപ്പെട്ട മറ്റ് 17 സ്ഥാപനങ്ങളുടെ ഓഫീസുകൾക്ക് വിലക്കേർപ്പെടുത്തിയതായും മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ റിക്രൂട്ടിംഗുമായി ബന്ധപ്പെട്ട കടുത്ത നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കമ്പനികളെയാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ലൈസൻസ് റദ്ദു ചെയ്തിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലായാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചത്. ഇവയിൽ കൂടുതലും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളും ഓഫീസുകളുമാണ്. ഇന്ത്യ, നൈജർ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, വിയറ്റ്നാം, ഉഗാണ്ട, എരിത്രിയ, മഡഗാസ്കർ, ഉസ്ബെക്കിസ്ഥാൻ, കംബോഡിയ, മാലി, ദക്ഷിണാഫ്രിക്ക, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ സൗദിയിലേക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിന് അനുമതിയായിട്ടുണ്ടെങ്കിലും നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഫിലിപ്പൈനിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിയമലംഘകരെ കണ്ടെത്താൻ കർശനമായ പരിശോധനയാണ് രാജ്യത്ത് അധികൃതർ നടത്തുന്നത്. തൊഴിൽ താമസ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മുക്കും മൂലയും അരിച്ചു പെറുക്കുകയാണ് അധികൃതർ. സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളുടെയും ജവാസത്തിന്റെയും സഹകരണത്തോടെ ഓഗസ്റ്റ് 11 മുതൽ ഓഗസ്റ്റ് 17 വരെ നടത്തിയ ഫീൽഡ് പരിശോധനയിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ 14,631 നിയമലംഘകരെ പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായവരിൽ 8,756 പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ്. അതിർത്തി നിയമങ്ങൾ ലംഘിച്ചതിനാണ് 4,007 പേരെ പിടികൂടിയത്. 1,868 പേർ തൊഴിൽ നിയമലംഘനങ്ങൾക്കും അറസ്റ്റിലായിട്ടുണ്ട്. അനധികൃതമായി സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായവരാണ് 224 പേർ. ഇവരിൽ 26% പേർ യമൻ സ്വദേശികളാണ്. 51% പേർ എത്യോപ്യക്കാരും 13%-ഓളം മറ്റ് വിവിധ രാജ്യക്കാരുമാണ് പിടിയിലായവരിലുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.